ഹലോ ഹായ് നമസ്കാരം. പാൽക്കടെക്സ് PCയിലേക്ക് സ്വാഗതം. ഞാൻ ഇംതിയാസ് ഖാൻ. നമ്മൾ ഇന്നൊരു അടിപൊളി സെഷനിലൂടെ പോകാൻ പോകുന്നത് ഡിഗ്രി ലെവൽ കണ്ടന്റ്സ് കൂടെ പഠിച്ചോണ്ട്. ഓക്കെ, അപ്പോഴേ ദി എൻഡ് ഓഫ് യുവർ ജേർണി ഈസ് ദ ബിഗിനിങ് ഓഫ് യുവർ നെക്സ്റ്റ് വൺ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവസാനിപ്പിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോഴോ എന്തെങ്കിലും നിന്ന് പോകുമ്പോഴോ ഭയങ്കര സങ്കടപ്പെടാറില്ലേ? ഒരു കാര്യം ഓർത്തോണം, അത് പുത്തൻ ജേർണിയുടെ ഒരു തുടക്കമാണ് അല്ലേ? അതേപോലെ ഈ എക്സാം നേടിയെടുക്കണം, അതിനുവേണ്ടി നമ്മൾ റൂട്ടീൻ മാറ്റും, കൂടുതൽ പഠിക്കും, കുറച്ച് ഗ്യാപ്പ് ഇടേണ്ട കാര്യങ്ങൾ ഗ്യാപ്പ് ഇടുന്നു, കൂടുതലായിട്ട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ പല പല മാറ്റങ്ങൾ വരുത്തുന്ന ന്യൂ ജേർണിയാണ് ഇനി നമുക്കുള്ളത്. ഓക്കെ, അപ്പോ ആ ജേർണി എങ്ങനെ തുടങ്ങാം എന്നുള്ളത് നമുക്ക് പഠിച്ചു തന്നെ നോക്കാം. നോക്കാം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായിട്ട് ചേരുംപടി ചേരുന്നത് നോക്കാം. അൽഫോൺസോ ഡി അൽബുക്കർക്ക്, ഡിഗ്രിയിലെ ഒരു ചോദ്യങ്ങളാണ്, ഇംഗ്ലീഷും മലയാളവും ഉണ്ടാവേ കേട്ടോ. അൽബുക്കർക്ക് മിക്സഡ് കോളനിയുടെ നയം, ശരി നോക്കാം. അഡ്മിറൽ വാൻ റീഡ് ആണെങ്കിൽ ഫ്രഞ്ച് അഡ്മിറൽ ആണോ? ഡോക്ടർ അലക്സാണ്ടർ ഓം ആണെങ്കിലോ ഹോർത്തസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ടതാണോ? ഇങ്ങനെ തരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നോക്കാം. അഡ്മിറൽ വാൻ റീഡ് ആണെങ്കിൽ ഹോർത്തസ് മലബാറിക്കസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ എന്തായാലും രണ്ടുള്ളതെല്ലാം ക്യാൻസൽ അല്ലേ? രണ്ടുള്ളതെല്ലാം ക്യാൻസൽ, ഒരെണ്ണേ പോയുള്ളേ. അടുത്ത അലക്സാണ്ടർ ഓം അറിയത്തില്ല അധികം അല്ലേ? അപ്പൊ ഇവിടെ അതുപോലെ നിന്നു, കാരണം കോമൺ ആയിട്ടുള്ള സംഭവം ഇത്ര ഒരെണ്ണേ ഉള്ളായിരുന്നു ഇത്. അപ്പൊ എന്തായാലും രണ്ടുള്ളതല്ല എന്നും മനസ്സിലായി കഴിഞ്ഞു. അടുത്ത നോക്കി, അൽഫോൺസോ ഡി അൽബുക്കർക്ക്. അൽബുക്കർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ശക്തനായിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയി ആണെന്ന് ഓർത്തോളൂ. ഒന്നാമത്തെ ആൾ ആരാന്ന് ചോദിക്കും, അൽമേഡയാണ്. ഓക്കെ, അൽമേഡയാണ്. ഈ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുമേ. ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. രണ്ടാമത്തേതും ഏറ്റവും ശക്തനായിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയുമാണ് അൽബുക്കർക്ക് എന്ന് ഓർത്തു വെച്ചോണം. റെഡിയാണോ? ഇത്രയും കിട്ടത്തില്ലേ? അതായത് അപ്പൊ അൽബുക്കർക്കിന്റെയാണ് മിക്സഡ് കോളനിയുടെ നയം. മിക്സഡ് കോളനി നയം എന്താണെന്നുള്ളത് നമ്മളിപ്പോ പഠിക്കുവേ. മിക്സഡ് കോളനിയുടെ നയം എന്ന് പറയുമ്പോൾ ഭാരത സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ മിക്സഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ അവിടെ ഉണ്ടാക്കിയെടുക്കുക, അത്രേ ഉള്ളായിരുന്നു. അതാണ് മിക്സഡ് കോളനി നയം. നിങ്ങൾക്ക് വായിക്കാം, ഇത് PDF ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാവേ. അപ്പൊ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുകയും എല്ലാ അവകാശങ്ങളും നൽകുന്നുകൊണ്ടായിരുന്നു. അതാണ് ഈ മിക്സഡ് കോളനി നയം എന്ന് പറയുന്നത്. ഇതൊക്കെയാണോ? ഇത് പോർച്ചുഗീസുകാരുടേതായിരുന്നു ഈ നയം എന്നും ഓർത്തു വെച്ചോണം. അതേപോലെ കപ്പൽ ഇല്ലേ, കടൽ സാമ്രാജ്യത്വം സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ഒരു വ്യവസ്ഥ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഒരു സിസ്റ്റം. ഏതായിരുന്നത്? കാറ്റാസുമായിരുന്നു അല്ലെ? അതും റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരുന്നതാണ്. നോക്കിക്കേ, പോർച്ചുഗീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സന്നദ്ധയുള്ള ഒരു പുതിയ ജനവർഗത്തെ, പോർച്ചുഗീസ് താല്പര്യങ്ങൾ, പോർച്ചുഗീസ് കൾച്ചറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പുതിയ ജനവർഗത്തെ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് മിക്സഡ് കോളനി നീകളുടെ നയം. ഓക്കെ ആണോ? മിക്സഡ് കോളനി നയം കിട്ടിയല്ലോ. അപ്പൊ നോക്കിക്കേ, അൽഫോൺസോ ഡി അൽബുക്കർക്ക് ആണെങ്കിൽ മിക്സഡ് കോളനികളുടെ നയം റെഡി. ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ ആണെന്നും രണ്ടാമത്തെ ഏറ്റവും ശക്തനും അൽബുക്കർക്ക് ആണെന്നും, അതേപോലെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്ക് ആണെന്നും ഓർത്തു വെച്ചോണം. ഓക്കെ, പിന്നെ സതി നിരോധിച്ചതും അൽബുക്കർക്കാണെന്ന് ഓർത്തോണം. ഓക്കെ, അൽബുക്കർക്കാണ് സതി നിരോധിച്ചത്. ആ സമയത്ത് സതി നിരോധിച്ചു. അതേപോലെ ക്യാപിറ്റൽ കൊച്ചിയിൽ നിന്നും ഗോവയിലോട്ട് മാറ്റി അൽബുക്കർക്ക്. അതേപോലെ നാണയങ്ങളൊക്കെ ഇപ്പൊ പുതിയ നാണയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അൽബുക്കർക്ക്. ഇത്ര ഓർത്തു വെച്ചോണം. റെഡി? അടുത്ത നോക്കിക്കേ, അഡ്മിറൽ വാൻ റീഡ് ആണ് ഹോർത്തസ് മലബാറിക്കസിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി അലക്സാണ്ടർ റോമും ബാക്കിയുള്ളവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പഠിച്ചു വെക്കാം. ഒന്ന് നോക്കിയോ, തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള സൗഹൃദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. എന്തുവാ? തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ളതാണ് ഈ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. അതായത് നോക്കിക്കോ, എവിടെ പറയതില് 1723 ഏപ്രിലില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഔപചാരികമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723. അങ്ങനെ തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും ഫ്രണ്ട്സായി. പഠിച്ചിട്ടുള്ളതല്ലേ? ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഇരുഭാഗക്കാരുടെയും പ്രതിനിധികളായിട്ട് മാർത്താണ്ഡവർമ്മ യുവരാജാവ് വേണാട് ഉടമ്പടി പ്രകാരം. ഓക്കെ, ഇനി ബാക്കി ആരുണ്ടായിരുന്നു? ഡോക്ടർ അലക്സാണ്ടർ ഓമും ഉണ്ടായിരുന്നു. അപ്പൊ വേണാട് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ് അലക്സാണ്ടർ ഓം, മറക്കത്തില്ലല്ലോ. അപ്പം അലക്സാണ്ടർ ഓം വേണാട് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാ. ഇനി അത് നമ്മൾ മറക്കത്തില്ല, കിട്ടത്തില്ലേ? ഇനി മാഹെ ലേബർ ഡൊണൈസ് എന്തായിരുന്നറിയോ? ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി. ഓക്കെ, പകരം മാഹെ ലേബർ ഡൊണൈസ്
കടത്തനാട് രാജാവുമായി യുദ്ധം ചെയ്യുകയും രാജാവിന്റെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഓക്കെ ആണോ? ഇദ്ദേഹം ഒരു ഫ്രഞ്ച് അഡ്മിറൽ ആയിരുന്നു, ഓർത്ത് വെച്ചോണം. ഓക്കെ, ഫ്രഞ്ച് അഡ്മിറൽ ആയിരുന്നു, ഓർത്ത് വെച്ചോണം. ഈ മാഹെ ലേബർ ഡോണേസ് എന്ന് പറയുന്ന ആള്. അതപ്പോ ഇവിടുന്ന് കിട്ടത്തില്ലേ? ഇനി ഇതുകൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോ. ഉത്തര കേരളത്തിൽ ഫ്രഞ്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും. അപ്പം മാഹെ ലേബർ ഡോണേസ് ആരാ? ഫ്രഞ്ചുകാരനാണ്, ഓർത്ത് വെച്ചോണം. മാഹെ ഫ്രഞ്ചുകാരനാണ്. ഇംഗ്ലീഷുകാരും തമ്മിൽ സമാധാനം പുലർത്താൻ വേണ്ടി ഇടയാക്കിയിട്ടുള്ള സന്ധി ഏതാന്ന് ചോദിക്കും. എയ്ല ഷാപ്പൽ സന്ധിയാണ് കേട്ടോ. എയ്ല ഷാപ്പൽ സന്ധിയാണെന്ന് ഓർത്തോണം. അതായത് ഉത്തര കേരളത്തിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എയ്ല ഷാപ്പൽ സന്ധി. അപ്പൊ ഇത്രയും കിട്ടിയോ? ഇത്ര എണ്ണം കിട്ടത്തില്ലേ? ഇനി അടുത്തൊരെണ്ണം നോക്കിക്കേ. കേരളത്തിലെ ഡച്ചുകാർക്ക് സാംസ്കാരിക രംഗത്തുണ്ടായ ഏറ്റവും മഹത്തായ നേട്ടമാണ് ഹോർത്തൂസ് മലബാറിക്കസ്, അല്ലെ? ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഏറ്റവും വലിയ നേട്ടം. ഇനി അതിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയിട്ടുള്ള അഡ്മിറൽ വാൻറീഡിന്റെ നേതൃത്വത്തിലായിരുന്നു. രക്ഷാധികാരി അഡ്മിറൽ വാൻറീഡ് ആയിരുന്നു, ഓർത്തോണം. ഭംഗിയായി വരച്ച 794 ചിത്രങ്ങളോട് കൂടി 1678-നും 1703-നും ബൈഹാർട്ട് ചെയ്യേണ്ട ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അതെ, 703-നും ഇടയ്ക്ക് 12 വാല്യങ്ങളായിട്ട് ആംസ്റ്റർഡാമിൽ റിപ്പീറ്റഡ് ചോദ്യം നിന്നും ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതും ഓർത്തു വെച്ചോണം. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇട്ടി അച്യുതനാണെന്ന് ഓർത്തോണം. വൈദ്യർ ഇട്ടി അച്യുതനാണെന്ന് ഓർത്തോണം. ഇനി കാർമലൈറ്റ് സന്യാസി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്യൂസ് ആണെന്ന് ഓർത്തു വെച്ചോണം. ഇത്രയും പഠിച്ചു വെക്കോ? ഇത്രയും പഠിച്ചു വെക്കണം. ഇനി ഈ ചോദ്യം നോക്കിക്കേ. ഇതിൽ നിന്നും ഒത്തിരി ആഴത്തിൽ അറിവുകൾ കിട്ടിയില്ലേ? സമാധാനത്തോടെ പഠിക്കാൻ പറ്റിയില്ലേ? ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാമേ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം തെറ്റാണ്. മാഹെ ലേബർ ഡോണേസ് എന്ന് പറഞ്ഞ ആരായിരുന്നു? ഒരു ഫ്രഞ്ച് അഡ്മിറൽ ആയിരുന്നു, അല്ലെ? ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്തില്ല, പകരം അവിടെ ഒരു നാട്ടുരാജാക്കന്മാരുമായിട്ട് ചെയ്തു. പിന്നെ ആൽഫോൺസ് ഡി അൽബുക്കർക്ക് ആണെന്നുണ്ടെങ്കിൽ അൽബുക്കർക്കിന്റെ എന്താ പറഞ്ഞേ? ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വൈസ്രോയി ആണ്. ഒന്നാമത്തെ അൽമേഡ ആയിരുന്നു. ശക്തനായിട്ടുള്ളത് അൽബുക്കർക്കാണ്. കൊച്ചിയിൽ നിന്നും ക്യാപിറ്റൽ ഗോവയിലേക്ക് മാറ്റി, സതി നിരോധിച്ചു, നാണയ സമ്പ്രദായം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു. ഇതെല്ലാം പറഞ്ഞത് അൽബുക്കർക്കാണ്. പോളിസി ഓഫ് മിക്സഡ് കോളനീസ് ആണെങ്കിലും അൽബുക്കർക്ക. വാൻഡ്രീഡ് ആണ്, ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അലക്സാണ്ടർ റോം ആണെന്നുണ്ടെങ്കിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ആളാണ്. പിന്നെ മാഹെ ആണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് അഡ്മിറലും ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത് ഒന്നും മാത്രം. പഠിച്ചു കഴിഞ്ഞ് സ്പീഡിൽ പറഞ്ഞപ്പോൾ കിട്ടുന്നില്ലേ? കിട്ടണം. ഇത് ഏത് ചോദ്യ പേപ്പർ ആണെന്നറിയാം? SI മെയിൻസിൽ നടന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇനി പറയുന്നവയിൽ ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ ഞെട്ടല്ലേ? അതിനാണ്. കാരണം മെയിൻസ് ലെവൽ എക്സാം എഴുതുമ്പോൾ ചോദ്യം കോപ്പി പേസ്റ്റ് അല്ല വരാൻ പോകുന്നത്, കൺസെപ്റ്റുകളാണ് വരാൻ പോകുന്നത്. ബാക്കി നമ്മുടെ ലോജിക്കും അത് ഇങ്ങനെയാണ് വർക്കൗട്ട് ആക്കുന്നത്. ഇത് തരണം ചെയ്തു പോകണം. അതേപോലെ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്യാമെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന ആ ലോജിക്ക് വളർന്ന് നിങ്ങൾ ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആവും. അപ്പൊ ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അടിത്തറ പാകി, ഫൗണ്ടേഷൻ പാകിയത് ഏത് യുദ്ധമാ? പ്ലാസി യുദ്ധമായിരുന്നു, ആണല്ലോ. ഓക്കെ, അടുത്ത് ലോർഡ് കോൺവാലിസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായി ഡോക്ട്രിൻ ഓഫ് ലാപ്സിനെ കണക്കാക്കി. 1848 ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് ആരായിരുന്നു? ഡെൽഹൌസി പ്രഭുവായിരുന്നു, അല്ലേ? ഡെൽഹൌസി പ്രഭുവ. അതുകൊണ്ട് 2 എന്തായാലും തെറ്റാ. ഈ താഴെ തന്നിട്ടുള്ളതിൽ ശരി ഏതാന്ന് ചോദിച്ചാൽ ഈ 2 ഉള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് നമ്മൾ കളയും. ആണോ? മുകളിൽ പറഞ്ഞവയല്ല. അപ്പൊ തന്നെ ഈ ഉത്തരം കിട്ടി. ഇങ്ങനെ ഡിഗ്രി ലെവലിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വർക്കൗട്ട് ചെയ്യണേ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കഫെ അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? എന്തേ? ചാൾസ് മെറ്റ്കഫെ ഈസ് നോൺ ആസ് ദ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് അറിയപ്പെടും. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ അതും കിട്ടിയോ? അതുകൊണ്ട് ഈ കൂട്ടത്തിൽ 1, 3, 4 ശരി. ഈ ഭാഗത്തുനിന്ന് ആ വർഷം നടന്നുള്ള ചോദ്യ പേപ്പറിലെല്ലാം ചോദ്യം കോപ്പി പേസ്റ്റ് ആയതുകൊണ്ട് ഇതും ആഴത്തിൽ പഠിക്കണം. പ്ലാസി യുദ്ധം നടന്നത് 1757. ഈ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചപ്പോഴും അവർക്ക് മനസ്സിലായത് ഇന്ത്യ പിടിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ പാകി, അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം 1757 ആയത്. റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഒരു സൈഡിൽ, റിപ്പീറ്റഡ് ചോദ്യം. പിന്നെ അതേപോലെ സിറാജുദ്ദൗളയും ആയിരുന്നു. ഓക്കെ, റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും ആയിരുന്നു യുദ്ധം. പ്ലാസി യുദ്ധമാണ് 1757 എന്ന് ഓർത്തോണം. ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി സിറാജുദ്ദൗളയെ. 1757 യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. ജയിച്ചതാരാ? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഇനി അടിത്തറ പാകിയെങ്കിലും അടിത്തറ ഉറപ്പിച്ച യുദ്ധം ഏതാന്ന് PSC ചോദിക്കാറുണ്ട്. ബക്സാർ യുദ്ധം. ഓക്കെ, ബക്സാർ യുദ്ധം എന്ന് പറയും. 1764 ഈ ബക്സാർ യുദ്ധം എന്ന് ഓർത്തോണം. പ്ലാസി യുദ്ധമാണെങ്കിലോ
പ്ലാസി യുദ്ധം 1757 അത് സിറാജുദ്ദൗളെ റോബർട്ട് ക്ലൈവും അല്ലെ. ബുക്സാർ യുദ്ധമാണെന്നുണ്ടെങ്കിലോ നമ്മുടെ 1764 ഓർത്തു വെച്ചോണം. ഓക്കെ ആണോ? അപ്പം ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാമോ? ഷാലം രണ്ടാമനുണ്ടായിരുന്നു. ഷുജാഉദ്ദൗളയാണ് ഫേമസ്. മിർ ഖാസിമും ഫേമസ് ആണ്. ഷുജാഉദ്ദൗളയും മിർ ഖാസിമും ഉണ്ടായിരുന്നു ബക്സാർ യുദ്ധത്തിൽ എന്ന് ഓർത്തു വെച്ചോണം. റെഡി? അപ്പൊ ഇത് ഇത്രയും കിട്ടിയോ? ശരി. പിന്നെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യം ആദ്യം അടിച്ചു മാറ്റിയ രാജ്യമാണ് സത്താറ. ആദ്യം അടിച്ചു മാറ്റിയ സത്താറ. അപ്പൊ ഡൽഹൌസി പ്രഭുവിന്റെ സമയത്തായിരുന്നു ഓർത്തോണം. ഡൽഹൌസി പ്രഭുവിന്റെ സമയത്ത് 1848 സത്താറയെ കൂട്ടിച്ചേർത്തത്. അതേപോലെ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയാണ് ഈ ഔദ് എന്ന് പറഞ്ഞ് ഒരു പ്രദേശത്തെ ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഈ സ്ഥലത്തെ ഔദിനെയാണെന്ന് ഓർത്തോണം. അതേപോലെ സാമ്പൽപൂര്, ഉദയ്പൂര്, നാഗ്പൂര്, ഝാൻസി ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ഒരു പഴയ ചോദ്യമാണ്. ഇനിയും വരും. എങ്ങനെയാണെന്നറിയാമോ? ദത്തവകാശ നിരോധന നിയമം അൺഒഫീഷ്യലായി, ഓക്കെ, അനൗദ്യോഗികമായി, ഓക്കെ, ദത്തവകാശ നിരോധന നിയമം അൺഒഫീഷ്യലായി ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമാണ് കിട്ടൂര്. ഇത് ഓർത്തു വയ്ക്കൂ, കിട്ടൂര്. ഓക്കെ, അപ്പൊ 1824 അനൗപചാരികമായിട്ട് അല്ലെങ്കിൽ അൺഒഫീഷ്യലായിട്ട് അനൗദ്യോഗികമായിട്ട് പിടിച്ചെടുത്തിട്ടുള്ളത് ഏതാ? കിട്ടൂരാണ്. എപ്പോ ഇന്ന് ഓർത്തേ, എന്താ ഇത് അൺഒഫീഷ്യൽ എന്ന് പറയാൻ കാരണം ദത്തവകാശ നിരോധന നിയമം 1848 ഡൽഹൌസി പ്രഭു ഇഷ്യൂ ചെയ്തത്. അപ്പൊ 1824 പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കിട്ടൂർ എന്നുള്ളത് ഓർത്ത് വെച്ചോണം. പഠിക്കുവോ? പ്രീവിയസ് ഇയർ ചോദ്യം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതിനെ എതിർത്ത് പോരാടിയ വനിതയാണ് കിട്ടൂര് ചെന്നമ്മ എന്നുള്ളത് ഓർത്തോണം. ഇനി ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫെ പ്രഭുവാണ്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ, റിപ്പീറ്റഡ് ചോദ്യം, ചാൾസ് മെറ്റ്കാഫെ. അതേപോലെ പ്രസ് ആക്ട് കൊണ്ടുവന്നു. പ്രാദേശിക മാധ്യമങ്ങൾ മേലുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും, പത്രപ്രവർത്തനത്തിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. മെറ്റ്കാഫെ പ്രഭു കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് പ്രസ് ആക്ട് 1835. പ്രസ് ആക്ട് 1835. അപ്പൊ അടുത്ത ചോദ്യം ഇതാ, പ്രസ് ആക്ട് 1835 കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുക. ആരാ? ചാൾസ് മെറ്റ്കാഫ് പ്രഭു ആണെന്ന് ഓർത്തു വെച്ചോണം. റെഡി അല്ലേ? ഇനി ദത്തവകാശ നിരോധന നിയമം ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടുള്ള വൈസ്രോയ് ഡൽഹൌസി പ്രഭു 1848. പക്ഷേ അനൗദ്യോഗികമായി ആദ്യം കൂട്ടിച്ചേർത്തിട്ടുള്ള പിടിച്ചൊരു സ്ഥലം ഏതായിരുന്നു? കിട്ടൂര്. 1824 കിട്ടൂര് കിട്ടി. ഓക്കെ ആണോ? ശരി. ഈ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാ? കാനിങ് പ്രഭു ആയിരുന്നു. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ കാനിങ് പ്രഭു പിൻവലിക്കുകയും ചെയ്തു. ആദ്യത്തെ ഇന്ത്യയിലത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് 1780 റിപ്പീറ്റഡ് ചോദ്യം. അതേപോലെ ഇപ്പം ഇത് ചോദിക്കുന്നുണ്ട്, ഏതൊക്കെയായിരുന്നു? രാജ്യസമാചാരം, പശ്ചിമോദയം, ഇതിന്റെ ആള്, ഇതിന്റെ വർഷം കമന്റ് ചെയ്തേ. അതേപോലെ ഇനിയും ഇത് കയറി വരും. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് 1780 ജനുവരി 29 ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇതിന്റെ മെയിൻ ആള്. ഒരു കാര്യം കൂടെ, കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നറിയപ്പെടുന്നത് ഏത് പത്രമാ? ബംഗാൾ ഗസറ്റ്. ഇമ്പോർട്ടന്റ്. ബംഗാൾ ഗസറ്റ് 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നും അറിയപ്പെടും. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇവിടെ സമാധാനമായിട്ട് കിട്ടിയോ? അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പെശക് മലയാളത്തിൽ ട്രാൻസ്ലേഷനിലോ എന്തെങ്കിലും വന്നെന്ന് തോന്നിയാൽ പറ്റിയ ഇംഗ്ലീഷ് വായിച്ചു നോക്കണം. രണ്ടും കൂടെ വന്ന ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് PSC രണ്ടാമത്തെ ഇംഗ്ലീഷാണ് പരിഗണിക്കുന്നതെന്ന് ഓർത്തു വെച്ചോണം കേട്ടോ. ഓക്കെ അല്ലേ? താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായിട്ട് ചേരുംപടി ചേരുന്നത്? ശരിയായിട്ടുള്ളത് വേണം. നോക്കാം. ഹേബിയസ് കോർപ്പസ് സോഷ്യൽ കോൺട്രാക്റ്റുമായി ബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഒന്നുള്ളതൊക്കെ പോട്ടെ. ഇതും മാത്രം പോയി. ശരി, പോയെ. അടുത്തത് എത്ര ലെവലാണെങ്കിലും ചിലത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. സ്റ്റാമ്പ് ആക്ട് ജോർജ് ഗ്രെൻവില്ലേ? അറിയത്തില്ല. കോമൺ ബേസിക് സംഭവത്തിൽ അറിയത്തില്ലല്ലോ. ഇല്ല, നമുക്ക് അതിന്റെ വർഷം അത് ഏത് റെവല്യൂഷൻ ആണെന്നും അറിയാം. ഓക്കെ. ജീൻ ജാക്കസ് റുസോ, ടു ഹാവ് ദ ബോഡി. ഒരു ബന്ധവുമില്ല. ടു ഹാവ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് ഇല്ല, അപ്പൊ ഉറപ്പായിട്ടും ഇതല്ല. പക്ഷെ അത് സാമാന്യ ബോധത്തിൽ എക്സാമുകൾ ഇരുന്നാലേ കിട്ടും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കണ്ട് ഇതിന് മുന്നിലത്തെ ചോദ്യങ്ങൾ കണ്ടു വരുമ്പോൾ ഇവിടെ വരുമ്പോൾ പാനിക് ആവില്ല. അതിനാ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അപ്പൊ ജീൻ ജാക്കസ് റുസോ 3 എന്തായാലും ഉറപ്പായിട്ടും അല്ല. അപ്പൊ ഇതും കൂടെ അങ്ങ് പോയി. ഓക്കെ. പിന്നെ ഹാങ്കോ സംഭവം, ലീ യുവാൻ ഹങ്
ഒരു ഐഡിയയും ഇല്ല. അതോടുകൂടി എന്ത് ചെയ്തു, എല്ലാം എലിമിനേറ്റ് ആയല്ലോ. അപ്പൊ ഈ ഒരു ഉത്തരം കിട്ടും. ശരിക്കും അതല്ലേ? ഞാൻ ആക്ച്വലി പറയാൻ വന്നത് ഇത് പാടാണെന്ന്. പക്ഷെ അതെ, ഇത് 3 എലിമിനേറ്റ് ആയി കിട്ടി. ബേസ് നോളജ് വെച്ച് 10th പ്രിലിംസിന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ലെവൽ വെച്ച് കിട്ടിയതാ ഇത്. ഇത്രയൊന്നും പറയാം പോട്ടല്ലേ, 10th മെയിൻസ് ലെവൽ കിട്ടത്തില്ലേ? ഓക്കെ, ഇനി ഇത് ആഴത്തിൽ പഠിക്കാം. ഇത് റിലേറ്റഡ് ആണ് 2025 കടന്ന് ഓടിയ ചോദ്യങ്ങൾ, ഒത്തിരി 24 പകുതി തൊട്ട് ഓടിയത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് ദ ബോഡി, പ്രസന്റ് ദ ബോഡി എന്നൊക്കെ പറയും. ഹേബിയസ് കോർപ്പസ് ആണെങ്കിൽ അല്ലെ, ഹാജരാക്കുക, റിറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. സ്റ്റാമ്പ് ആക്ട് ആണെങ്കിലോ, എന്തിനാ ഇത് പറയുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ. ദ ഷുഗർ ആക്ട് ആണെങ്കിൽ, സ്റ്റാമ്പ് ആക്ട് ആണെങ്കിലും ഗ്രീൻ വില്ലേ ആക്ട് ആണ്. ഗ്രീൻ വില്ലേ ആണ് ഇയാളുടെ പേര്. ഷുഗർ ആക്ടും സ്റ്റാമ്പ് ആക്ടും അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടത് റിപ്പീറ്റഡ് ചോദ്യം. ഷുഗർ ആക്ടും സ്റ്റാമ്പ് ആക്ടും. അതിലെ സ്റ്റാമ്പ് മേടിക്കാൻ ഞാൻ പോയത് 6 മണിക്കാണ്. പക്ഷെ 5 മണിക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസ് അടച്ചു. ഓക്കെ, 6-5 1765 സ്റ്റാമ്പ് ആക്ട് പഠിച്ചേ. സ്റ്റാമ്പ് ആക്ട് 1765, 6 മണിക്ക് സ്റ്റാമ്പ് മേടിക്കാൻ പോയി, 5 മണിക്ക് കറക്റ്റ് അടക്കുകയും ചെയ്തു. ഓക്കെ, 1765 സ്റ്റാമ്പ് ആക്ട്. ഷുഗർ ആക്ട് ആണെങ്കിലോ 64 ആണ്. 64 ആകുമ്പോൾ 64 വയസ്സാകുമ്പോൾ 4 ഭാഗത്തു നിന്നും പറയും ഷുഗറാ ചുമ്മാ പറയാം, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ. അപ്പൊ 75 ആണെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് ആക്ട്, സ്റ്റാമ്പ് സോറി ഒന്നുകൂടെ കളഞ്ഞേ, ഒന്നുകൂടെ. സ്റ്റാമ്പ് മേടിക്കാൻ പോയത് 6 മണിക്ക്, 5 മണിക്ക് ക്ലോസ് ചെയ്ത്. 1765 സ്റ്റാമ്പ് ആക്ട്. ഷുഗർ ആക്ട് ആണെങ്കിലോ 64 വയസ്സാകുമ്പോഴേ 4 സൈഡിൽ നിന്നും വരും ഷുഗറാന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പം 1764 ഷുഗർ ആക്ട്. ഈ സ്റ്റാമ്പ് ആക്ടിന്റെ ഷുഗർ ആക്ടിന്റെയും ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ, അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട. പക്ഷെ അതിന്റെ മെയിൻ ആൾ ആരാന്നറിയാമോ? ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചോ. ജോർജ് ഗ്രീൻ വില്ലേ ആണ്. ഈ ജോർജ് ഗ്രീൻ വില്ലയുടെ ആണ് ഷുഗർ ആക്ട്. ഷുഗർ ആക്ടിന്റെ വർഷം എന്തുവായിരുന്നു? 1764, 4 സൈഡിൽ നിന്ന്. ഓക്കെ, അതേപോലെ സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് മേടിക്കാൻ 6 മണിക്കാണ് പോയത്, 5 മണിക്ക് അടച്ചു. 1765. ഇതും ഗ്രീൻ വില്ലേ ആണെന്ന് ഓർത്തോളൂ. ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ടും ഗ്രീൻ വില്ലേ ആണ്. പഠിച്ചോ? അത് പഠിക്കാൻ പറ്റത്തില്ലേ? അതേപോലെ ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ജീൻ ജാക്കസ് റുസോ. റുസോയുടെയാണ് സോഷ്യൽ കോൺട്രാക്ട്. അതായത് സോഷ്യലായിട്ട് ഇടപെടാൻ നല്ല രസമാണെന്ന് ഓർത്താൽ റുസോ അല്ലേ. മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറയുന്നത് റുസോയാണെന്ന് ഓർത്തു വെച്ചോണം. ഇത് രണ്ടും ഓർത്തോണം, റിപ്പീറ്റഡ് ചോദ്യമാണ്. അതേപോലെ സ്റ്റാമ്പ് ആക്ട് 1765. പ്രധാനപ്പെട്ടത് എന്തൊക്കെയാ? ഇതുകൂടെ ഉണ്ട്. സ്റ്റാമ്പ് നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ജോർജ് ഗ്രെൻവില്ലേ. ജോർജ് ഗ്രെൻവില്ലയുടെ സമയത്തായിരുന്നു സ്റ്റാമ്പ് ആക്ടും ഷുഗർ ആക്ടും എന്നും മറക്കരുത്. ഇത്രയും കിട്ടത്തില്ലേ? ഇത് ഇത്രയും ഇവിടുന്ന് കിട്ടിയാൽ മതി. അപ്പം ഗ്രീൻവില്ലേ ആക്ട് ആണ്. ഷുഗർ ആക്ട് 1764, സ്റ്റാമ്പ് ആക്ട് 1765 അല്ലെ. അപ്പൊ അത്രയും കിട്ടിയോ? അതായിരുന്നു അവിടുത്തെ. ഇനി റെയറിൽ റെയർ ആയിട്ടുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്, ഒന്ന് പഠിച്ചു വെച്ചേ. നോക്കിക്കോ. അതായത് 1911 ചൈനീസ് വിപ്ലവം ഇല്ലേ, ആ വിപ്ലവത്തിൽ ഹാങ്കോ നഗരം പിടിച്ചെടുത്തിട്ടുള്ള നേതാവിന്റെ പേരാണ് യുവാൻ ഹങ് എന്നുള്ളത്. ലീ യുവാൻ ഹങ് എന്നുള്ളത്. അതുകൊണ്ട് അതൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി ലീ യുവാ ഹങ്ങിനെ ചോദിച്ച് ഇത് തന്നെ ചോദിക്കുക. അപ്പൊ എന്തുവാ? 1911 ചൈനീസ് റിപ്പബ്ലിക് ആയില്ലേ. 1911 സണ്ണിയാട്സന്റെ നേതൃത്വത്തിൽ കുമിങ്താങ് പാർട്ടി അല്ലേ. ആ സമയത്ത് ഹാങ്കോ നഗരം പിടിച്ചെടുത്തിട്ടുള്ള ആരാൻ ചോദിക്കും? ലീ യുവാൻ ഹങ് ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ലീ യുവാ ഹങ്. 1927 ഏപ്രിൽ 3 ചൈനീസ് നഗരമായിട്ടുള്ള ഹാങ്കോവിൽ, ചൈനീസ് നഗരത്തിൽ ഹാങ്കോ എന്ന് പറഞ്ഞ പ്രദേശത്ത് കുറച്ച് ജാപ്പനീസ് ആൾക്കാരുണ്ടായിരുന്നു. അവരെ ആക്രമിച്ചതാണ് ഈ ഹാങ്കോ സംഭവം എന്ന് പറയുന്നത്. ഹാങ്കോ സംഭവത്തിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ലീ യുവാൻ ഹങ് ആണെന്ന് ഓർത്തു വെച്ചോണം. ഇതും പഠിച്ചോണം. അപ്പൊ ഇത് ഇത്രയും എണ്ണം കിട്ടത്തില്ലേ? ഇത് ഇത്ര എണ്ണം സൂപ്പറായിട്ട് കിട്ടിയോ? കിട്ടണം. അടുത്തൊരു ചോദ്യം നോക്കാം. ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വായിച്ച് കുഴപ്പിക്കുന്നത്. പക്ഷേ ഇപ്പം മുതൽ നമ്മൾ നേരിട്ട് തുടങ്ങി എക്സാം ഹോളിൽ പോകുമ്പോൾ ബെറ്റർ ആവും. അല്ലെങ്കിൽ അറിയാവുന്ന GK ആ വഴി ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിപ്പയർ ആയിക്കോ. ബാ ഒരുമിച്ച്. ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുമായി, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യണം, എല്ലാം മറന്നു. ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി? നോക്കാം. ഒന്ന്, വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉപാധിയായും, വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഉപാധിയായിട്ടും, സാമൂഹ്യ നീതി സോഷ്യൽ ജസ്റ്റിസിനുള്ള ഉപകരണമായും സ്ഥാനപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നു. സ്ഥാനപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഉപേക്ഷിക്കുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഉപേക്ഷിക്കുന്നു ഗ്രോത്തിന് വേണ്ടിയും അല്ലെ, വളർച്ചയ്ക്ക് വേണ്ടിയും. പിന്നെ അതേപോലെ സോഷ്യൽ ജസ്റ്റിസ്
സാമൂഹ്യ നീതിക്ക് വേണ്ടിയും സ്ഥാനപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നു. അത് ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്. ഇപ്പൊ പഠിച്ചു വെക്കാവോ, ഇഷ്ടം പോലെ വരും. അതേപോലെ അടുത്തത് വില ഇൻസെന്റീവ് പ്രൈസ് ഇൻസെന്റീവുകളാൽ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിലുള്ള വളർച്ചാ പ്രക്രിയയെ ഏകീകൃത ഊന്നൽ നൽകി. Favored a single emphasis on a technology-led process of growth supported by price incentive. Okay, price incentive favored ആയിട്ട് വില ഇൻസെന്റീവ് പിന്തുണയ്ക്കുന്ന ടെക്നോളജി ലെഡ് അല്ലെങ്കിൽ ടെക്നോളജി നയിക്കുന്ന ഒരു പ്രക്രിയയെ ഫോളോ ചെയ്യുന്നു. അതൊക്കെയാണോ ഊന്നൽ നൽകി. വളർച്ചയുടെ ആദ്യ ഓപ്ഷന് സമ്പദ് വ്യവസ്ഥയിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ദ ഗ്രോത്ത് ഫസ്റ്റ് ഓപ്ഷൻ necessitates sub strategy for aiming at reducing the പോവേർട്ടി കുറയ്ക്കുന്നു, മെയിൻ ആയിട്ട് ദാരിദ്ര്യം കുറയ്ക്കുന്നു. ടഫായിട്ട് തോന്നല്ലേ? ഇത് മൂന്നും വായിച്ച് പഠിച്ചോ. വായിക്കും ഇതുപോലെ നാക്കുളുക്കലും മറുകയൊക്കെ വരും, പക്ഷെ സാരമില്ല, ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് എഴുതാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളവ എല്ലാം ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പറയുവാണെങ്കിൽ എന്തൊക്കെ പറയാം? ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിക്കകത്ത് പറയുന്നത് വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ ഉപേക്ഷിക്കുന്നു. ഇതിനൊക്കെ വേണ്ടി എന്തിനാ? സാമൂഹ്യ നീതിക്ക് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും. ഓക്കെ, അടുത്തത് ടെക്നോളജി പരമായിട്ടുള്ള നയിക്കുന്ന അല്ലെ സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിലുള്ള വില ഇൻസെന്റീവ് ബാക്ക്ഡ് ആയിട്ടുള്ള വില ഇൻസെന്റീവ് പിന്തുണയ്ക്കുന്ന ഒരു പ്രത്യേക പ്രോസസ്സിന് ഊന്നൽ നൽകുന്നു. അടുത്തത് പോവേർട്ടി കുറയ്ക്കുന്നു, ദാരിദ്ര്യം കുറയ്ക്കുന്നു. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇത്രയും പഠിച്ചോ? എങ്കിൽ ഇതുകൂടെ ഒന്ന് പഠിച്ചേ. ഇന്ത്യയിൽ ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി ആരംഭിച്ച വർഷം 1960-ലാണ്. അതായത് ഏത് സമയം 1960 മധ്യം മുതൽ 70 മധ്യം വരെ PSC ചോദിക്കുന്നതിനെ ഒന്നുകൂടെ സൂം ചെയ്താൽ ഈ ടോപ്പിക്ക് വന്ന് നിൽക്കും. 1960 മധ്യം മുതൽ 70 മധ്യം വരെ ആണെങ്കിൽ ഫസ്റ്റ് ഗ്രീൻ റെവല്യൂഷന്റെ ഫേസ് ആണ്. അപ്പം ഗ്രീൻ റെവല്യൂഷന്റെ ഒന്നാമത്തെ ഘട്ടം 1960 മധ്യം മുതൽ 70 മധ്യം വരെ അല്ലേ? ആ 60 മധ്യത്തിലുണ്ടായ കഥയാ പറയുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ നയം ഇന്ത്യയിൽ സ്വീകരിച്ചത്. ഏത് നയമാ? ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി. ഈ അടുത്തിടയ്ക്ക് ഫോം ചെയ്തെന്നുള്ള രീതി തോന്നിയില്ലായിരുന്നോ? 1960-ലാണ് ഇത് തുടങ്ങിയത്. ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടായിരുന്നു ഓർത്തോണം. ഓക്കെ, ഇതൂടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് മെയിൻസ് ലെവൽ ആകുമ്പോൾ വരാം, ഇല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിൽ ഇത് മുറിച്ചെടുത്തിടാം. 1960-ൽ 7 സംസ്ഥാനങ്ങളിൽ നിന്നും 7 ജില്ലകളെ തെരഞ്ഞെടുക്കുന്നു. 7 സംസ്ഥാനങ്ങളിൽ നിന്നും 7 ജില്ലകളെ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഗവൺമെന്റ് ഇന്റൻസീവ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന പൈലറ്റ് പ്രൊജക്ട്, അതായത് ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുടെ പൈലറ്റ് പ്രോഗ്രാമിന്റെ പേരായിരുന്നു എന്താ? ഇന്റൻസീവ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്തിന്റെ? ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുടെ ഒരു പൈലറ്റ് പ്രോഗ്രാം ആയിരുന്നു ഇന്റൻസീവ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1960-ലാണ് തുടങ്ങിയതെന്ന് ഓർത്തു വെച്ചോണം. ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തോണം. ഓക്കെ ആണോ? എന്നിട്ട് ഈ പരിപാടി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. ആദ്യം 7 സംസ്ഥാനവും 7 ജില്ലകളും അല്ലായിരുന്നു. ഓക്കെ, 1960-കൾ മധ്യത്തിലായപ്പോ മെക്സിക്കോയിലെ നോർമൻ ബോർലോഗ് ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ നോർമൻ ബോർലോഗാണ്. ഇവിടുത്തെ MS സ്വാമിനാഥനുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, 1966 ആയപ്പം, അതായത് ഒന്നാമത്തെ ഹരിത വിപ്ലവത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് 1960 മധ്യം മുതൽ 1970 മധ്യം അല്ലേ? 1966-ലാണ് ആദ്യമായി അത്യുൽപാദന ശേഷിയുള്ള വിളവ് നൽകുന്ന ഇനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ ആണോ? ഇനി ഈ പുതിയ തന്ത്രം മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നോളജി എന്നറിയപ്പെടും. അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്നറിയപ്പെടും. ഗ്രീൻ റെവല്യൂഷൻ എന്ന് അറിയപ്പെടും. ഇത്രയും പഠിച്ചു വെക്കാവോ? ഇത്രയും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇത് കിട്ടിയല്ലോ. അപ്പൊ ഇത് ഞെട്ടണ്ട, ഗ്രീൻ റെവല്യൂഷന്റെ സൂം ചെയ്ത് പോയ ആഴത്തിൽ പഠിച്ച കിട്ടുന്ന ഭാഗമായി ഇത്. അപ്പൊ പഠിച്ചു വെച്ചോണം. ഓക്കെ, KS ലെവലിന്റെ ചോദ്യ പേപ്പറിന്റെ അകത്ത് ഇങ്ങനത്തെ നിറഞ്ഞു നിൽക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഇതുപോലത്തെ നിറഞ്ഞു നിൽക്കും. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദി എബവ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത്യാവശ്യം അല്ലെങ്കിൽ ഭയങ്കര പൊട്ടത്തെറ്റ് ഇവിടെ തരും. മനസ്സിലായോ? ഭയങ്കര തെറ്റ് തന്നെ ഇവിടെ തരും. അങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്തേ കിട്ടത്തുള്ളേ. ഡാഷ് നൽകിയ അധികാരങ്ങൾ അനുസരിച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ
കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഓക്കെ, സ്ഥാപിതമായത് അറിയാമോ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2 പ്രകാരമാണ്. ടഫ് ആണോ? സ്കിപ്പാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ടിന്റെ 1985 സെക്ഷൻ 4 ക്ലോസ് 2 ആണ്. ഓക്കെ ആണോ? സെക്ഷൻ 4 2 അങ്ങനെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഫോം ചെയ്യുന്നത്. സോറി, ട്രിബ്യൂണൽ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സർവീസ് അല്ല, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അപ്പൊ എന്തോ പറയാം, 1985 സെക്ഷൻ 4 ക്ലോസ് 2 ഓർത്തു വെക്കുവോ? ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, റിപ്പീറ്റഡ് ചോദ്യം, 323A-യും 323B-യും ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പറയുന്നത് 323A-യും ഉണ്ട്, 323B-യും ഉണ്ട്. ഓക്കെ ആണോ? ശരി, അപ്പൊ ഇത് ഇതുണ്ട്, 323A, 323B അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പറയുന്നു. ഏത് പാർട്ട് ആണെന്ന് PSC ചോദിച്ചു. പാർട്ട് 14A. പാർട്ട് 14A. പാർട്ട് 14A ആണെന്ന് ഓർത്തോണം. 323A ആണെന്ന് ഓർത്തോണം. 42ാം ഭേദഗതിയിൽ ഇത് കൂട്ടിച്ചേർത്തെന്ന് ഓർത്തോണം. 1976 നമ്മൾ ഇഷ്ടം പോലെ ഇത് പഠിച്ചിട്ടുള്ള അല്ലെ. ഇനി ഒന്നുകൂടെ നോക്കിക്കേ. ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സേവന സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, പരാതികളും. അപ്പൊ നിങ്ങൾ ഒരു സർവീസിൽ കയറുമ്പോൾ എന്തെങ്കിലും തർക്കങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 323A, 323B എത്ര തവണ ചോദിച്ചതെന്നറിയാം. അതേപോലെ ഏത് പാർട്ട് ആയിരുന്നത്? പാർട്ട് 14. ഏത് ഭേദഗതിയിലാണ് കൂട്ടിച്ചേർത്തത്? 42ാമത്തെ ഭേദഗതി 1976 ഓർത്തു വെച്ചോണം. ഇത്ര ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് നിലവിൽ വന്നത് 1985 1985. അപ്പൊ ഒരു റിവിഷൻ തോന്നുന്നുണ്ടോ? തോന്നണം. 1985 സെക്ഷൻ 4 പാർട്ട് 2 പ്രകാരമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഫോം ചെയ്തതെന്ന് ഇപ്പൊ നമ്മൾ വായിച്ചിട്ട് വന്നതേ ഉള്ളൂ. ശരിയാണോ പറഞ്ഞത്? ഇന്നാണ് എനിക്ക് മൊത്തം നാക്കുളുക്കലും തെറ്റും, അതുകൊണ്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. 5 സെക്ഷൻ 4(2). ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ അതും റെഡിയായി കിട്ടിയല്ലോ. ഓക്കെ, ഇത് നോക്കിക്കേ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2 പ്രകാരം നൽകിയിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിച്ചു. 2010 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിച്ചു 2010. ഓക്കെ ആണോ? ഇന്ന് ഇച്ചിരി കൂടെ ഹാപ്പി ആയോ? റിലേറ്റഡ് കണ്ടന്റ്സ് കൂടുതൽ ബഹളമില്ലാതെ പഠിക്കാൻ പറ്റിയത്. അപ്പൊ ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അപ്പൊ ഏത് സെക്ഷനാ? 1985 സെക്ഷൻ 4 2 വർഷം ചോദിച്ചാൽ 2010 ആണോ? 2010 ഓഗസ്റ്റ് 26. ഓക്കെ, അതിൻ്റെ അകത്ത് 6 പേരുണ്ട്. ചെയർപേഴ്സണെ കൂടാതെ ചോദിച്ചാൽ 3 അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറും 2 ജുഡീഷ്യൽ മെമ്പറും ഉണ്ടെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ ആണോ? അത്രയോടെ പഠിച്ചോണം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാ? ആകെയുള്ള അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്ര പറയും? 206. അപ്പൊ അവിടെ എന്താ ഒരു പ്രധാനപ്പെട്ടതല്ലേ വെറൈറ്റി ആയിട്ടൊരു സംഭവം തന്നെ നിങ്ങൾക്ക് അറിയാവോ? ടോട്ടലി ജനിക്കുന്ന സമയത്ത് നവജാത ശിശുക്കളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 300 300 ന്യൂ ബോൺസിൻ്റെത്. 300 ന്യൂ ബോൺസിൻ്റെത്. പിന്നെ അത് കൂട്ടി യോജിച്ച് 206 മാറുന്നു. ഓക്കെ ആണോ? 206 മാറുന്നു. അപ്പൊ അതും കിട്ടത്തില്ലേ? അത് കിട്ടും. പിന്നെ ഇതൊന്ന് പഠിച്ചേ. തലയോൾ 29. ഓർത്ത് വെക്കോ? 29 ഇമ്പോർട്ടന്റ്. കൈകൾ 60. ഇവിടെ വെറൈറ്റി ആയിട്ട് PSC പ്രീവിയസ് ഇയർ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ അകത്തെ ഒരു കൈയിലെ എത്ര ചോദിച്ചിട്ടുണ്ട്? 30. കൈകൾ 60. ഓക്കെ അല്ലേ? അപ്പൊ അതേപോലെ കാലുകൾ 60. അപ്പൊ ഒരു കാലിലെ ചോദിച്ചാലോ എത്ര? 30. ഓക്കെ, അതേപോലെ മാറലാണ് 1. വാരിയല്ല 24. ഇത് PSC എങ്ങനെയാ ചോദിച്ചിട്ടുള്ളത്? 12 പേരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 12 പേരെന്ന് ചോദിച്ചിട്ടുണ്ട്. 24. വാരിയല്ല 24, 12 പേരാണ്. നട്ടല്ല 26. ഓക്കെ, നട്ടല്ല 26. ഓക്കെ ആണോ? പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാ? ഇത്തരം സംഭവങ്ങളാണ്. ഇത് പഠിച്ചു വെച്ചോണം. റെഡി? അതേപോലെ താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏതാണ്? അടയ്ക്ക് കൊഴുപ്പാണെന്നല്ലേ നമ്മൾ പറഞ്ഞേ? ADEKക്ക് കൊഴുപ്പാണ്. കൊഴുപ്പ് അല്ലെങ്കിൽ കൊഴുപ്പിൽ അലിഞ്ഞു പോകുന്നതാണ്. ADEK ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ ലയിക്കാത്ത
വിറ്റാമിൻ അല്ലാത്തത് വിറ്റാമിൻ സി ആണെന്ന് ഓർത്തോണം. ഓക്കെ, അത് വാട്ടർ സോല്യൂബിൾ ആണെന്നും ഓർത്തു വെച്ചോണേ, വാട്ടർ സോല്യൂബിൾ ആണെന്ന് ഓർത്തോണം. പിന്നെ എല്ലുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് തുടയെല്ലാണ്, അല്ലെങ്കിൽ ഫീമർ എന്ന് പറയും. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിയസ് സിംഗസ് സ്റ്റേപ്പിസ്, ചെവിക്കകത്തെ ഏറ്റവും ചെറുതായിട്ടുള്ള സ്റ്റേപ്പിസ് ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, അതേപോലെ വാട്ടർ സോല്യൂബിൾ ജലത്തിൽ ലയിക്കുന്നതാണ് ബിയും സിയും എന്നും ഓർത്തു വെച്ചോണം. അത്രേ ഉള്ളൂ. അല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടെ. വിറ്റാമിൻ എ റെറ്റിനോള്, വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ടോക്കോഫിറോൾ. ഇങ്ങനെ ഇതുപോലെ ഓരോ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റുകളും ആഴത്തിൽ നമ്മൾ പഠിക്കും. കാരണം ചോദ്യം അതേപോലെ കോപ്പി പേസ്റ്റ് ഒരിക്കലും വരത്തില്ല. അത് മെയിൻസ് ലെവൽ എക്സാമിനും ഡിഗ്രി ലെവൽ എക്സാമിനും നമ്മൾ ഒരിക്കലും അത് എക്സ്പെക്റ്റും ചെയ്യത്തില്ല. നമ്മൾ ലെവലപ്പ് ആകുക ഇനി ചോദ്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇമ്പോസിബിൾ ആയിട്ട് വിചാരിച്ചവരുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഒരിക്കലും ഇമ്പോസിബിൾ അല്ല. നമുക്ക് ഓരോ സമയം ഇത് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് അറിയാവുന്ന അറിവ് വെച്ച് എലിമിനേറ്റും ചെയ്യാം. ബാക്കിയുള്ളത് ഡീറ്റെയിൽഡ് പഠിച്ചാൽ അടുത്തടുത്ത 100 ചോദ്യപേപ്പറിൻ്റെ അകത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്നിവിടെ പഠിച്ചത് 95% കൂടുതലും പ്രീവിയസ് ഇയർ, 99% പ്രീവിയസ് ഇയർ ചോദ്യമായിരുന്നു ഇത്, അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. പ്രീവിയസ് ഇയർ കുറച്ച് വർഷമായിട്ട് പഠിക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അപ്പോഴേ ഇന്നത്തെ PDF നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയി ഫ്രീ കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫ്രീ കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലാസ്സുകളെല്ലാം കാണിക്കും. മലയാളം, സ്പെഷ്യൽ ടോപ്പിക്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് വരും. അവിടെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഇന്നത്തെ PDF പഠിക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അതേപോലെ ഇനി വേണ്ട കമ്പനി ബോർഡ്, LGS, VFA, LDC, ബിപ്കോ ഇതിന് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ച് ഉടനെ ലോഞ്ച് ചെയ്യും. ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് പറയാം ലോങ് ടൈം ബാച്ച് ഉടനെ ലോഞ്ച് ചെയ്യും. ഫൗണ്ടേഷൻ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി PSCയുടെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലും തന്നെ തരും. നമ്മുടെ തുടക്കത്തിലത്തെ ബാച്ചുകളാണ്. അപ്പം നിങ്ങൾ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ക്ലാസ് എങ്ങനെ ഉണ്ട്, ആൻഡ് നിങ്ങൾ ആ ഒരു പൊട്ടൻഷ്യൽ അനുഭവിക്കണം ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ. അതേപോലെ ബ്രഹ്മാസ്ത്ര 2.0 നിങ്ങളിപ്പം ഇനി 12th ലെവലോ വരും എക്സാമുകൾ ആഴത്തിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇന്നുകൊണ്ട് ബാച്ച് ക്ലോസിംഗ് ആണ്. അതായത് August 6 ഫസ്റ്റ് സെഷൻ ഡിഗ്രി ലെവൽ മെയിൻസ്, അതായത് SI മെയിൻസിൻ്റെ അകത്തുള്ള GK ടോപ്പിക്സ്, സെക്രട്ടറി ടെസ്റ്റിൻ്റെ അകത്ത് പാർട്ട് 1 പേപ്പർ 1, പിന്നെ പേപ്പർ 2 കുറച്ച് ഭാഗം, ഇതൊക്കെ GK ടോപ്പിക്സ്. പിന്നെ SBCD കംപ്ലീറ്റ്ലി GK. ഇത്രയും ഭാഗത്തുനിന്നും യൂസ്ഫുൾ ആകുന്ന വിധത്തിലത്തെ ചോദ്യങ്ങളാണ്. അങ്ങനെ യൂസ്ഫുൾ ആകുന്ന ചോദ്യം എങ്ങനെ സെലക്ട് ചെയ്തു? മാജിക് ഇല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിന്റെ പ്രിലിംസും മെയിൻസ് ലെവലും നമ്മൾ ഇന്ന് ചെയ്തത് മൊത്തം SI മെയിൻസിന്റെ ലെവലാണ്. പക്ഷേ SI മെയിൻസ് ഇടയ്ക്ക് എടുത്ത് പറഞ്ഞ ഒരു ടെൻഷൻ തോന്നണ്ട. സംഭവം പഠിച്ചു വന്നപ്പോൾ ഓക്കെ ആയില്ലേ? ഇതിന്റെ റിലേറ്റഡ് ചോദ്യങ്ങളല്ല നിങ്ങൾ 2025 പലതും കണ്ടത്. ആലോചിച്ചേ. അപ്പൊ ചോദ്യങ്ങൾ റിലേറ്റഡ് ഫാക്റ്റും ആയിരിക്കും. ഇത്രയും വലിയ ബുക്കിൽ GK നിങ്ങൾ പഠിക്കുന്നതിലും ഒരു 60 മാർക്ക് അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇത്രയും ചുരുക്കി പ്രധാനപ്പെട്ട ടോപ്പിക് എടുത്തു വെച്ച് റിലേറ്റഡ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 55 മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി. അതാണ് നമ്മുടെ ബ്രഹ്മാസ്ത്ര 2.0. അപ്പൊ ലോങ് വിഷനോട് കൂടി മെയിൻസ് ലെവൽ എഴുതുന്നില്ലേ പോലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാച്ച് അടിപൊളിയാണ്. ഇന്ന് August 6 ഫസ്റ്റ് ലൈവ്, 12 മണിക്കായിരുന്നു. അടുത്ത ക്ലാസ് 8-ാം തീയതി. അടുത്തത് August 8-ാം തീയതി, അതായത് August 8 എന്നാ വെള്ളിയാഴ്ച. ഓക്കെ, പിന്നെ നാളെയാണ് ബ്രഹ്മാസ്ത്ര 1 ASMന്റെ ഫൈനൽ ക്ലാസ്. ASM ബ്രഹ്മാസ്ത്ര 1.0 നമ്മുടെ ഫസ്റ്റ് ബെസ്റ്റ് ബാച്ചിന്റെ 20ാമത്തെ സെഷൻ നാളെ 12 മണിക്കാണ്. അത് കഴിയുമ്പോൾ മുതൽ ഫുള്ളി നമ്മൾ പെയ്ഡ് ബാച്ച് ബ്രഹ്മാസ്ത്ര 2.0 ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസസ് ആഡ് ചെയ്ത് വരും, PDF കിട്ടും, ലൈവ് കാണാൻ പറ്റിയില്ല റെക്കോർഡഡ് ആയിട്ടും കിട്ടും. ഈ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ അകത്തുണ്ടായിരിക്കും. ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ് രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഇതിൽ കൂടുതലോ കുറവോ, കൂടുതലുണ്ടെങ്കിലും കുറവ് ഒരിക്കലും വരത്തില്ല. ഈ പാറ്റേണിലെ പോകും. 500 ചോദ്യങ്ങൾ പുത്തൻ ഞാൻ പറയത്തില്ല. ഇതിൻ്റെ അകത്ത് 50 ചോദ്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതേ ഞാൻ പറയത്തുള്ളൂ. കാരണം മെയിൻസ് ലെവലിൽ നമുക്ക് അങ്ങനെയാണ് പഠിക്കേണ്ടത്. ചോദ്യങ്ങൾക്കുപരി അതിൻ്റെ ആഴത്തിൽ പോകണം. മെയിൻസ് ലെവലിൽ ഓരോന്നിനും ഓരോ രീതിയാണ്. 10th പ്രിലിംസിന് പഠിപ്പിക്കേണ്ട രീതിയല്ല മെയിൻസ് ലെവലിൽ. നിങ്ങൾ ഈ പാറ്റേൺ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ PSC ഗിവ് അപ്പ് ചെയ്യുന്നു, അല്ലെ മെയിൻസ് ലെവൽ എനിക്ക് ഉള്ളതല്ല എന്നുള്ള കൺസെപ്റ്റ് ഫോർ എവർ മാറി നിങ്ങൾ 100% അതിലേക്ക് എടുത്തിടാൻ നോക്കും. അതിലൊരു മാറ്റവും ഇല്ല. ഇതാണ് നമ്മുടെ ഈ കോഴ്സ്. അപ്പോൾ ഈ ബാച്ച് എടുത്തെടുത്ത് നിങ്ങൾക്ക് റിവ്യൂസ് ചോദിച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ബാച്ച് ഉടനെ ക്ലോസിങ് ചെയ്യും. ഏറ്റവും സ്പെഷ്യൽ ഓഫർ ആയിട്ടുള്ള 299 എക്സ്പയർ ആകും. നിങ്ങൾക്ക് ഉടനെ ബ്രഹ്മാസ്ത്ര 2.0 ജോയിൻ ചെയ്യാവുന്നതുമാണ്. മറ്റെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ ബാച്ച് ലോങ് ടൈം ബാച്ചും ഉടനെ തുടങ്ങും. ഓക്കെ ആണോ? അപ്പൊ അടുത്ത ദിവസം എല്ലാവരും ലൈവിലെത്തണം. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നമ്മൾ ഉടനെ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.